തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് മേഘന മുരളിയാണ്. മേഘന, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഒരു ആശ്വാസമായി വേനൽ മഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഈ അരുവിക്കര ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്? സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായിക്കൊണ്ട് വേനൽമഴ സജീവമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മെയ് 2 വരെയാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പടക്കം വിവിധ ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതുപോലെ മെയ് 2 വരെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലടക്കം മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരഭാഗങ്ങളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഈ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തുന്നത്. കനത്ത മഴയെ തുടർന്നാണ് അരുവിക്കര ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്യുന്നത്. അരുവിക്കര ഡാമിന്റെ 1, 2, 5 നമ്പർ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്താനുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം വേനലിന് ആശ്വാസമായിക്കൊണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പ് കൂടുതലായി വരുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, അരുവിക്കര ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുവായ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളുമാണ് മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.